സത്യമ്മ പറഞ്ഞത് മുഴുവൻ ശരിയല്ലെങ്കിലും കുറെയൊക്കെ ശരിയാ. പക്ഷെ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിൽ എന്റെ മകളുടെ ജീവിതം തകർക്കരുത്. ഭഗവാന്റെ തിരുനടയിൽ വെച്ച് എന്റെ മകളുടെ ജീവിതം ഭിക്ഷ ചോദിക്കുക. ഞാൻ തഴഞ്ഞു കളയരുത്. ഭഗവാന്റെ സവിധം ആയതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഞാൻ തള്ളുന്നില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? സത്യമേ, ഈ കല്യാണം നടക്കരുത്. ശരി, സമ്മതിച്ചു. ഈ വിവാഹം വേണ്ടാന്ന് വെക്കാൻ ഞാൻ. പക്ഷേ എന്റെ 2-3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം നീ. സത്യ നിന്റെ മകളാണോ? വാ തുറന്നു പറ. അതെ. എന്നു പറഞ്ഞ നീ പ്രസവിച്ച കുട്ടിയാണ് സത്യ. മറുപടി പറയടി. അതെ. ആണെങ്കിൽ എപ്പോ എവിടെ വെച്ച് പറയടി. അതിനും മറുപടി പറയണം നീ. പറഞ്ഞോ, പോയി പറഞ്ഞോ, എല്ലാം പോയി പറഞ്ഞോ. പറഞ്ഞിട്ട് വരുമ്പോ ഈ ശ്യാമി പിന്നെ അന്വേഷിച്ചു വരരുത്. ഏതെങ്കിലും കുളത്തിലോ തോട്ടിലോ കായലിലോ ചത്തു പൊങ്ങി ഞാൻ. നീ പേടിക്കണ്ട. നിനക്കോ നമ്മുടെ കുടുംബത്തിൽ ആർക്കോ ഒരു അപകടം ഉണ്ടാവില്ല. ആരുടെയും കുടുംബം തകരില്ല. നിന്റെ താലിക്ക് മേലെ കുഞ്ഞിച്ച് വെക്കുന്ന സത്യമായത്. മറുപടി പറയടി. എടി പറയാൻ. അതെനിക്ക് പറയാനാവില്ല. ജയിച്ചു. ശാലിനി ഇവിടെ തീർന്നു. പക്ഷെ ജീവന്റെ ജീവനായി ഞാൻ സ്നേഹിക്കുന്ന എന്റെ വിഷ്ണുവേട്ടന് ഞാൻ ചതിച്ചിട്ടില്ല സത്യാമ്മ. ക്ഷേത്ര ശ്രീകോവിലിരിക്കുന്നു ഭഗവാൻ സാക്ഷി സത്യം. ശാരദാമ്മേ, നിങ്ങളുടെ മകൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അതെപ്പോ എവിടെ വെച്ചെന്ന് പറയാൻ അവൾക്ക് മനസ്സില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ? ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ ശ്യാമയ്ക്ക് കൊടുക്കുമേ. തല പോയാലും ഇക്കാര്യം മറ്റൊരാൾ അറിയരുത്.
ശാരദാമ്മയോടെ ചോദിച്ചത്. അനുവദിച്ച സമയം കഴിഞ്ഞു. നിങ്ങളുടെ മകൾക്കും നിങ്ങൾക്കും. തിരുമേനി, ചടങ്ങുകൾ തുടങ്ങട്ടെ. ശിവൻകുട്ടി, നിങ്ങൾ പോയി വിഷ്ണുവിനെ വിളിച്ചോണ്ട് വാ. ശാലിനിക്ക് ഒരിക്കലും എന്നെ മറക്കാനോ ചതിക്കാനോ കഴിയില്ല. പക്ഷെ ഞാനോ അമ്മയോ ആരും അറിയാത്തൊരു രഹസ്യം അയാൾ ഒളിപ്പിക്കുന്നുണ്ട്. അത് കണ്ടെത്തിയ തീരൂ. ഈ ചടങ്ങ് നടന്ന അതിനുള്ള സാവകാശം കിട്ടില്ല. തൽക്കാലം ഇവിടുന്ന് മാറിയേ തീരൂ. സത്യമേ, ദയവ് ചെയ്ത് ഈ കല്യാണം നടത്തരുത്. നശിച്ചു പോവും എന്റെ കുഞ്ഞിന്റെ ജീവിതം. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാലം. ശാലിനി, കൂട്ടിക്കൊണ്ടു പോ നിന്റെ അമ്മേ. ഇല്ലെങ്കിൽ വലിച്ച അമ്പലത്തിന് വെളിയിലിടും ഞാൻ. അമ്മേ, കണ്ണും കാതും ഇല്ലാത്തവർക്ക് മുന്നിൽ യാചിക്കാൻ പോവരുത്. അപമാനമേ കിട്ടൂ ബാക്കി. മോളെ, നിന്റെ ജീവിതത്തിനൊന്നും സംഭവിക്കില്ല അമ്മേ. ഈ കല്യാണം നടക്കില്ല. ഈ ലോകം മുഴുവൻ എന്നെ തെറ്റിദ്ധരിച്ചാലും എന്റെ വിഷ്ണുവേട്ടൻ എന്നെ അറിയാമേ. ഈ ശാലിനിയുടെ ശരീരത്ത് പ്രാണം തുടിക്കുന്നുണ്ടെങ്കിൽ ഈ ശ്രീകോവിലിരിക്കുന്ന ഭഗവാനെ സത്യം ചെയ്ത് ഞാൻ പറയാ, ഈ ജന്മം വിഷ്ണുവേട്ടന്റെ പെണ്ണ് ശാലിനി മാത്രമായിരിക്കും. മനപ്പായസം ഉണ്ട്. പക്ഷേ കളവിനും ചതിക്കും ഭഗവാന്റെ കൂട്ടുണ്ടാവില്ലടി. സത്യമേ, സത്യമേ, ഡ്രസ് മാറാൻ പോയി വിഷ്ണുവിനെ അവിടെ ഞാൻ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? ഇല്ല സത്യമേ, കാണുന്നില്ല. ശിവൻകുട്ടി എന്തായി പറയുന്നേ? എല്ലായിടത്തും നന്നായി നോക്കിയോ? നോക്കി സത്യമേ. നമുക്ക് പോയി നോക്കാം മനുഷ്യ. ഞാൻ നോക്കിയതാടി. ഒന്നുകൂടി നോക്കിയാലെന്താ? നമ്മുടെ അല്ലേ ആവശ്യം. വാ. മോളെ, നീ എനിക്കൊന്നും അറിയില്ലമ്മേ. കമല, നിനക്കറിയാമോ വിഷ്ണുമോൻ എങ്ങോട്ടാ പോയതെന്ന്? നിനക്കറിയാതിരിക്കില്ല. എനിക്കറിയില്ല ശാരദാമ്മേ. കുറെ നാളായിട്ട് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അച്ഛൻ. ഏട്ടത്തമ്മയെ നഷ്ടപ്പെടുന്നുള്ള ഭയവും ആശങ്കയും കൂടിക്കടന്ന് ആകെ ഭ്രാന്തായതുപോലെ. സത്യം ഏട്ടത്തമ്മയെ വിളിച്ചോണ്ട് വരുന്നറിഞ്ഞ് കുറച്ചൊന്ന് സമാധാനമായതാ. വീണ്ടും പ്രശ്നങ്ങളുണ്ടായല്ലോ. അതിന് പുറകെയാ ഏട്ടത്തമ്മ ആശാന്റെ ഒപ്പം പോകില്ല എന്നറിഞ്ഞത്. സത്യം ഒരിക്കലും ഏട്ടത്തമ്മയെ വിളിക്കാൻ പോകില്ലെന്ന് ആശാന് മനസ്സിലായില്ലേ? ഇപ്പൊ ഈ കല്യാണക്കാരും കൂടി ആയപ്പോ ആ മനസ്സങ്ങോട് വല്ലാണ്ട് കലങ്ങി. എനിക്ക് നല്ല ഭയമുണ്ട് ആശാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കളയോന്ന്.
ഒരു രോമം പൊഴിഞ്ഞു പോയതിന്റെ സങ്കടം പോലും ഇല്ല എനിക്ക്. വിഷ്ണുവിനെ കൊണ്ടെന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ ആഗ്രഹിച്ചത് അത് കണ്ട് നീ പൊളിയല്ലോ നോർത്തിട്ടാ. പക്ഷെ താലിന്നുള്ള വിഴുപ്പ് കഴുത്തിൽ ചുമക്കണമല്ലോ അപ്പോഴും. ഇപ്പൊ അതിനേക്കാൾ വലിയൊരു ഗോൾഡൻ ചാൻസ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിന്നെ നഷ്ടപ്പെടുമല്ലോ എന്നുള്ള വ്യഥയില് നിന്റെ വിഷ്ണു എങ്ങോട്ടോ പോയി മറിഞ്ഞു. നിന്നോടുള്ള ഇഷ്ടത്തിന്റെ ഗ്രാഫ് വെച്ച് നോക്കിയാൽ അവനിപ്പോ ഏതെങ്കിലും സൂയിസൈഡ് പോയിന്റിലോ കടൽ പാലത്തിലോ വല്ല റെയിൽവേ ട്രാക്കിലോ മരണം കാത്തു നിൽക്കുകയായിരിക്കും. മധുശ്രീയെ കല്യാണം കഴിച്ചാലും അവൻ അത് തന്നെ സംഭവിക്കത്തുള്ളൂ. ഇതിപ്പോ കുറച്ച് നേരത്തെ ആയി പോയെന്നേ ഉള്ളൂ. അതിനുള്ള കാരണക്കാരി ഞാനാണെന്നുള്ളത് എനിക്ക് ചെറിയ സന്തോഷത്തിനുള്ള വകയല്ല. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അവൻ കുളത്തിലോ കായലിലോ നാളെ ചത്തു പൊന്തിയാലും റെയിൽവേ ട്രാക്കിൽ ചക്രം കയറി ചതഞ്ഞറിഞ്ഞാലും മധുശ്രീയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി നീര് പൊടിയില്ല. പക്ഷേ ചാകാതെ അവൻ തിരിച്ചു വന്നാലുണ്ടല്ലോ, കല്യാണമാലയുമായി ഈ മധുശ്രീ പിന്നെ മടങ്ങി വരും. വന്നിടത്തേക്ക് തന്നെ അവനെ പറഞ്ഞു വിടും. അവന്റെ ശവം മാത്രമേ നിനക്ക് ഞാൻ വിട്ടു തരികയുള്ളടി. കെട്ടിപ്പിടിച്ച് മതിയാവളം പ്രേമിച്ചോ? എടി നിന്നെ എടി മോളെ, അമ്മ സത്യമാ. സത്യമേ, സത്യമേ, വിഷ്ണുടനെ കണ്ടോ സത്യമേ? ഇല്ല മോളെ, ഇവിടെ ഒന്നും ഇല്ല. അയ്യോ, പക്ഷെ നമ്മൾ കണ്ടുപിടിക്കും. ഞാനിതെങ്ങനെ സഹിക്കും സത്യമേ? വിഷ്ണുടനൊപ്പം ഒരു ജീവിതം എത്ര കൊതിച്ചതാ ഞാൻ. മോളെ, അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. സംഭവിച്ചില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും സത്യമേ? വിഷ്ണുവേട്ടൻ കല്യാണത്തിന് തയ്യാറായി വന്നിരുന്നതല്ലേ? ഡ്രസ് മാറാൻ പോയപ്പോഴും കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. അതിനുശേഷമല്ലേ ഇവള് വന്നത്. ഇവളെ കണ്ട് വിഷ്ണുവേട്ടന്റെ മനസ്സ് തകർന്നു പോയിട്ടുണ്ടാവും സത്യമേ. എന്നെ കല്യാണം കഴിച്ച കളക്ടറുടെ അധികാരം ഉപയോഗിച്ച് വിഷ്ണുവേട്ടനെ കള്ളക്കേസിൽ കൊടുക്കുമെന്നും ദ്രോഹിക്കുമെന്നൊക്കെ കരുതിയിട്ടുണ്ടാവും ആ പാവം. ഇവളിനി ഒരിക്കലും സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് കരുതി വിഷ്ണുവേട്ടൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കളയോന്ന സത്യം എന്റെ പേടി. മോളൊന്ന് സമാധാനപ്പെട്, ഒന്നും ഉണ്ടാവില്ല. എനിക്ക് വിഷ്ണുവേട്ടനെ കല്യാണം കഴിക്കണമെന്നില്ല സത്യമേ. വിഷ്ണുവേട്ടനെ വേണമെങ്കിൽ അവള് തന്നെ എടുത്തോട്ടെ. ആ പാവം മനുഷ്യൻ എവിടെയെങ്കിലും സമാധാനമായി ജീവിക്കുന്നെന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. ലോകത്തിന്റെ ഏതെങ്കിലും കോണിലിരുന്ന് അതറിഞ്ഞ് സന്തോഷിച്ചോളാം ഞാൻ. അത്രയ്ക്കും സ്നേഹിച്ചു പോയതുകൊണ്ട്. മോളെ, നീ എന്റെ വിഷ്ണുവിന്റെ പെണ്ണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആ സ്ഥാനത്തേക്ക് ഇനി മറ്റൊരാളില്ല. ഇത് ഭഗവാന്റെ തിരുനടയിൽ നിന്റെ അച്ഛനമ്മമാരെ സാക്ഷി നിർത്തി സത്യഭാമ തരുന്ന വാക്ക്. സത്യഭാമയ്ക്ക് വാക്കാണ് ദൈവം. അത് മാറണമെങ്കിൽ ഈ സത്യഭാമ മരിക്കണം. ഇതിനെല്ലാം കാരണക്കാരൻ നീ ഒറ്റയൊരാളാ. എന്റെ മകനെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടാ നീ ഇറങ്ങിയിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ അവനെ അന്വേഷിച്ചു പോവുക. അവനെയും കൊണ്ടേ ഞാൻ മടങ്ങി വരൂ. അതുവരെ
നീ ഇവിടെ തന്നെ ഉണ്ടാവണം. അവനെന്തെങ്കിലും സംഭവിച്ചാ കളക്ടറേറ്റ് ഒന്നല്ല. എനിക്ക് വാങ്ങാം. വാ. ദേ, ഇനി വിഷ്ണു അവര് പറഞ്ഞ പോലെ വല്ല അവിവേകവും. ഏയ് അതൊന്നുമില്ലമ്മേ. ശാലിനിയുടെ ഹൃദയം ഇവിടെ സ്പന്ദിക്കുമ്പോ വിഷ്ണുട്ടൻ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാൻ അതിനാവില്ല വിഷ്ണുട്ടന്. പക്ഷെ അന്വേഷിക്കണ്ട ഏടത്തേമേ. നമ്മൾ ഇനി എവിടെ പോയി അന്വേഷിക്കാനടി? ആ ഫോണിങ് തന്നെ. ഹലോ, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, ഡിസ്ട്രിക്ട് കളക്ടർ ഹിയർ. അച്ഛാ, കഴിക്കാറായില്ലേ? എല്ലാം പാകമായിട്ടുണ്ട്. വിഷ്ണുവിനെയും കൂട്ടി അമ്പലത്തിൽ പോയ ഭാമ ഇതുവരെ കണ്ടില്ലല്ലോ ശ്യാമേ. സത്യമ്മ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അല്ലേ അച്ഛാ? എന്തെങ്കിലും അടിയന്തര മീറ്റിംഗും മറ്റോ വന്നിട്ടുണ്ടാവും. അല്ല, എന്നാലും ഇത്ര താമസിക്കുന്ന അല്ല അവനോടെ പോയി രോഹിത്? അത് നമ്മുടെ വിഷ്ണുലോകം ഹോട്ടല് കോഴിക്കോടും തുടങ്ങിയല്ല അച്ഛാ. അതിന്റെ പ്രാരംഭ നടപടികളുമായി ബന്ധപ്പെട്ട് കുറച്ചു ദിവസം അവിടെ തങ്ങണം അത്രേ. ഇന്ന് പുലർച്ചെ തന്നെ തിരിച്ചായിരുന്നു. അല്ല, അച്ഛനോട് ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ. ആ, ഞാനതത്ര ശ്രദ്ധിച്ചില്ല. അവൻ അങ്ങനെ ഭ്രാന്തായി. ബിസിനസ് തലയിൽ പിടിച്ചിരിക്കുക. കാശുണ്ടാക്കണമെന്ന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതൊക്കെ നല്ലത് തന്നെ. അല്ല, എന്നാലും മോളെ, അവൻ്റെ മേൽ നിന്റെ ഒരു പിടിയുള്ളത് നല്ലതാ. ഈ പണത്തിന് പിന്നാലെ പായുമ്പോഴേ ജീവിതത്തിൽ പലതും നഷ്ടപ്പെടും. നീ ആ ഭാമയുടെ കാര്യം തന്നെ കണ്ടില്ലേ? മകന്റെ മനസ്സ് പോലും കാണാനുള്ള കണ്ണില്ല അവൾക്ക്. അവനെന്തെങ്കിലും കടുങ്കൈ. രാഘവൻ സാറേ, സാറേ ചതിച്ചു സാറേ. എന്തോടോ? ചതിച്ചോ ദൈവമേ?